അസ്സലാമലൈക്കും. അപ്പം എല്ലാവർക്കും ഞങ്ങൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ. പിന്നെ ഇന്ന് വീഡിയോയിൽ എൻ്റെ ഉമ്മ ഉണ്ട് കേട്ടോ. ഉമ്മ വന്നിട്ട് കുറച്ച് ദിവസമായി. കഴിഞ്ഞ ചൊവ്വാഴ്ച വന്നതാണ് ഉമ്മ. പിന്നെ സെമിക്ക അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ചോറിനര കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. മൂപ്പർക്ക് ഉറങ്ങണമെന്ന് പറഞ്ഞു. വീഡിയോ ചെയ്യാറുണ്ടപ്പോൾ ഞങ്ങൾ ചെയ്തോളി, ഞാൻ ഉറങ്ങാന്ന് പറഞ്ഞു. പിന്നെ മോനൂസ് സ്കൂൾക്ക് പോയിക്കണേ. മോനൂസിന് പനിയായിരുന്നു, പനിയും കഫക്കെട്ടൊക്കെ ആയിരുന്നു. ഞങ്ങൾ അന്ന് കൊടുവായൂർക്ക് പോയ അന്ന് രാത്രി ഞങ്ങൾ പോയി വീട്ടിലേക്ക് കയറിയിട്ടുള്ളൂ. അപ്പോൾ മൂപ്പർക്ക് നല്ല പനി വന്നപ്പോൾ നല്ല പനിയും കഫക്കെട്ടും. അപ്പം തന്നെ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ച്, ഇവിടെ അടുത്ത് തന്നെ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ച് മരുന്നൊക്കെ തന്ന്. പിന്നെ മൂപ്പർക്ക് രാത്രി അന്ന് ഉറങ്ങിയിട്ടേ ഇല്ലേ മൂപ്പരാൾ. പിറ്റേ അന്ന് തന്നെ 1 മണിയൊക്കെ ആയപ്പോൾ രാത്രി 1 മണിയൊക്കെ ആയപ്പോൾ നല്ല കരച്ചിൽ, മൂക്കൊക്കെ ഇതായിട്ട് തൊണ്ടയിലൊക്കെ നല്ല കഫം കെട്ടിയിട്ട് കുട്ടിക്ക് ഭയങ്കര അസ്വസ്ഥത. പിന്നെ അപ്പം കൊണ്ടുപോയി ഇവിടെ സിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ച് ആവി പിടിച്ച് കാണിച്ചപ്പോൾ ഡോക്ടർ ആവി പിടിക്കാൻ വേണ്ടി പറഞ്ഞ് അങ്ങനെ ആവി പിടിച്ച് അപ്പം കൊടുന്ന്. പിന്നെ അതിൻ്റെ ശേഷം നേരെ ഉറങ്ങിയിട്ടേ ഇല്ല ആൾ. എന്നിട്ട് പിറ്റേ ദിവസം കൊണ്ടുപോയി കാണിച്ചപ്പോൾ 2 ദിവസം കൂടെ ആവി പിടിക്കാൻ വേണ്ടി പറഞ്ഞ്. അങ്ങനെ തിരക്ക് ഒരു ഒഴിവില്ല എന്ന് പറഞ്ഞ പോലെയാണ്. പിന്നെ ആഗസ്റ്റ് 15 അന്ന് പിന്നെ മോനൂസിനെ സ്കൂൾക്ക് കൊണ്ടുപോയി കൊടുന്ന്. രാവിലെ ആയപ്പോൾ പനിയാണ്ട് വിട്ട് പക്ഷെ കഫക്കെട്ട് മാറിയില്ല. അപ്പോൾ പിന്നെ അവനെ അവന് സ്ഥിരമായിട്ട് കാണിക്കുന്നത് താനൂർ യൂണിറ്റിയിലാണ്. അനിപ്പോൾ ഡോക്ടറെ കാണിക്കൽ യൂണിറ്റി മിഷനിലുള്ള. അപ്പോൾ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയി. തൽക്കാലം ഞങ്ങൾ അന്ന് രാത്രി പിന്നെ തൽക്കാലം അങ്ങോട്ട് പോകാൻ പറ്റൂലല്ലോ. അപ്പോൾ 8-9 മണിയൊക്കെ 9 മണി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞങ്ങളിവിടെ അടുത്ത് തന്നെ കാണിച്ചതാണ്. ആ മരുന്നുകൊണ്ടാണ് മാറിയാലോ വെച്ചിട്ട് ഇരുന്ന്. അപ്പോൾ പിന്നെ കുട്ടിക്ക് ഭേദമാവില്ല. എത്ര ഡോക്ടർമാരെ കാണിച്ചാലും മൂപ്പർക്ക് ഭേദമാവില്ല. മൂപ്പരാൾ ഡോക്ടറെ കാണിച്ചാലാണ് വേഗം മാറുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് തന്നെ കൊണ്ടുപോകല്, അവിടെ തന്നെ കാണിക്കൽ. അപ്പോൾ ഞാൻ അവിടെ തന്നെ ഡോക്ടറെ തന്നെ കൊണ്ടുപോയി കാണിച്ച്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് നല്ല മാറുള്ളൂ ആവി പിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ് വേറെ മരുന്ന് മാറ്റി തന്ന്. അങ്ങനെ ഭേദമായിക്കുന്നു. ഇന്നലെ വരെ ആവി പിടിക്കാൻ പോക്കണ്ടായിരുന്നു പണി. ഇന്നലെ രാവിലെയും രാത്രിയും പോയി രാവിലെയും പോയി 4 ദിവസം അടുപ്പിച്ച് അവിടിക്കാൻ പോകും. ഇതൊക്കെ കൂടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് സമയം പോകണത് അറിയില്ല നമുക്ക്. അങ്ങനെ കട തുറക്കാനും ഉള്ള നേരം കൊണ്ട് കട തുറക്കും ചെയ്യും. അങ്ങനെ ഇമ്മയുള്ള കാര്യം കുറേ ആശ്വാസം വന്ന കാരണം. അപ്പം ഞങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഉമ്മ ആദ്യമൊക്കെ എപ്പോഴും വെല്ലുണ്ടായിരുന്നു. ഇപ്പം ഉമ്മ വന്നിട്ട് 2 മാസമായിട്ടല്ലേ ഉമ്മ വന്നിട്ട് 2 മാസമായി. മറ്റേ എപ്പോഴിടക്കൊക്കെ ഇവിടെ തന്നെ ഇരുന്നിട്ടാ എപ്പോഴും. അന്ന് പിന്നെ സെമിക്കാർക്ക് വെജായും കാര്യങ്ങളും ഹോസ്പിറ്റൽ കേസൊക്കെ ആകുമ്പോൾ ഇമ്മ ഇവിടെ തന്നെ ഇരുന്ന് അധികം വരും. പിന്നെ മോനൂസ് ആയാലും ഉമ്മാൻ്റെ തന്നെ. അങ്ങനെ ഇപ്പം ഉമ്മ വന്നിട്ട് 2 മാസമായില്ലേ. 2 മാസം ആദ്യമായിട്ടാണ് 2 മാസത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഉമ്മ 2 മാസത്തിന് ശേഷം ഒക്കെ നിൽക്കാൻ വരുന്നത്. മറ്റൊരു മാസം ഒരു 15 ദിവസം കഴിയുമ്പോഴൊക്കെ വരും. 1 മാസമൊക്കെ ആകുമ്പോഴൊക്കെ വരും അല്ലേ. എപ്പോഴും വന്നിരുന്നു ഉമ്മ. പിന്നെ മറ്റേ താത്താൻ്റെ കുട്ടികൾ ഇമ്മാൻ്റെ അടുത്തായിരുന്നു. ഇമ്മയുടെ അവരെ നോക്കല്. അപ്പം പിന്നെ അവർ തറവാട്ടിൽ കണ്ട് പോവും. ഞങ്ങൾ കാക്കാൻ്റെ അടുത്ത് കണ്ട് പോവും. കാക്കിന് എൻ്റെ ആങ്ങളെ പിന്നെ നാത്തൂനുണ്ടല്ലോ, അവരടുത്ത് കണ്ട് പോകും. തറവാട്ടിക്കവിടെ അടുത്ത് തന്നെ അവിടെ പോവും. പിന്നെ ഉമ്മിൻ്റെ അടുത്ത് വരും എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ. പിന്നെ ഇപ്പോൾ താത്ത വന്നപ്പോൾ പിന്നെ താത്താൻ്റെ കൂടെ കുറച്ച് നിൽക്കാമല്ലോ വെച്ചിട്ടൊക്കെ അല്ലേ. പിന്നെ ഇവിടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അങ്ങനെ അത് പോയാൽ മതിയായിരുന്നു. പിന്നെ സെമിക്കാക്കും തന്നെ നാളെ ചൊറിഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു, കോട്ടക്കൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അന്ന് ആ മരുന്ന് കുടിച്ചിട്ടാണ് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആൾക്ക് വീണ്ടും ചൊറിഞ്ഞലൊക്കെ ചൊറിഞ്ഞിട്ട് കയ്യും അപ്പോൾ കഥയിക്കും. കയ്യും കാലിൻ്റെ അവിടെ ഓപ്പറേഷൻ കഴിഞ്ഞ ആ സ്ഥലത്ത് മുറി വയ്ക്കാൻ ചൊറിഞ്ഞിട്ട്. അപ്പോൾ ഇനി നാളെ കൊണ്ടുപോയിട്ടൊന്ന് രക്തമൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടൊന്ന് കാണിക്കണം, ഡോക്ടറെ കാണിക്കണം. ഇന്നിപ്പോൾ തൽക്കാലം ഓൽമെൻ്റൊക്കെ വാങ്ങിയിട്ടുണ്ട്. ലിസിമത്തെ ഓൽമെൻ്റ് ഒന്ന് വാങ്ങിയിട്ടുണ്ട്.
അന്ന് കാക്കാനോട് ഞാൻ കുറേ പറഞ്ഞു. അപ്പോൾ അന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭേദമാവാന്നുണ്ടെങ്കിൽ രക്തം ടെസ്റ്റ് ചെയ്യണ്ട, ഈ മരുന്നോട് മാറുകയാണെങ്കിൽ വരും വേണ്ട രക്തം ടെസ്റ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ മരുന്ന് കുടിച്ചപ്പോൾ വേഗം മാറിയിരുന്നു. ഇപ്പോൾ ഇന്നലെ മുതൽ ഇപ്പോൾ വീണ്ടും തുടങ്ങിയിരിക്കുന്നു. നല്ല ചൊറിഞ്ഞിട്ട് കൈയൊക്കെ ഒരു വണ്ടിക്കാതയിക്കുന്നു. കൈയും മേലും കാലിൻ്റെ ഓപ്പറേഷൻ ചെയ്ത ആ ഭാഗത്താണ് നല്ല മുറിക്കുന്നത്. കാണാനില്ലല്ലോ. അപ്പം ഇനി നാളെ കൊണ്ടുപോയിട്ട് ഒന്ന് രക്തം ടെസ്റ്റ് ചെയ്തിട്ട് എന്താ രക്തം ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്തായാലും. അപ്പം എന്തിൻ്റെ അലർജിയാണ് ഒന്നൊക്കെ അറിയാലോ. അപ്പോൾ വീണ്ടും ഇങ്ങനെ ചൊറിയലൊക്കെ വരുമ്പോൾ ഇങ്ങനെ ചൊറിഞ്ഞ് മേലൊക്കെ ഇതാവില്ലേ, തീറ്റ ഒരു മനുഷ്യന്മാരിങ്ങനെ എത്ര ഇച്ചിരി ചൊറിഞ്ഞ് നടക്കുക. അപ്പം അതിനൊന്ന് കൊണ്ടേ കാണിക്കുന്ന ഓയിൽമെൻറ്റ് മേടിച്ചിട്ടുണ്ട് തിരൂരിൽ പോയിട്ട്. അപ്പോൾ പിന്നെ അത് തേച്ചിക്കണം. അങ്ങനെ തേച്ചിട്ട് കിടക്കുകയാണ് ആള്. അപ്പോൾ നമ്മൾ കട തുറക്കാൻ പോവാണ്. ഇനി കട രാവിലെ ഷർട്ട് പൊന്തിച്ച് വെച്ചിരിക്കണ്. അതന്നെ ഓരോരോ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ തിരൂര് പോയിട്ട് ഇപ്പം ഇന്നും തിരൂര് പോയിട്ട് വന്നതാണ്. അപ്പം ഇനി കട തുറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാനും ഈ ചോറിനത് കഴിഞ്ഞാണ്ട് ഞങ്ങൾ അവിടെ ഇരുന്നപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ച്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ ഞങ്ങൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരാം. വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.